എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. മൊബൈലേ കിടന്ന് വെട്ടാതെ മൊബൈലേ, ഞാൻ എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് എടുത്തോട്ടെ. വെട്ടലില്ലാതെ എടുത്തിട്ട് ആരും കാണുന്നില്ല, പിന്നെ വെട്ടലൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എൻ്റെ ദൈവമേ, വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിലല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. നമ്മൾ ഈ നമ്മുടെ കുറഞ്ഞ വിലയുടെ മൊബൈലും ക്യാമറ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതൊക്കെയാണ്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചിട്ടതാണ്. അതിൻ്റെ അകത്ത് ഞാനൊരു ഷോർട്ടിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു, ഈ നമ്മുടെ പാം ഫ്രൂട്ട് ഉണ്ടല്ലേ, അതും എന്തോത്തിനേലും നിങ്ങൾക്കറിയാമോ, അതിൻ്റെയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പിന്നെ പ്രകാരം നിങ്ങൾ വീഡിയോ കാണും, ഞാൻ അതിനെയും കൊണ്ട് എന്തൊക്കെ ചെയ്തെന്നുള്ളതേ. ഒരു നാരായണത്ത് പ്രാന്തൻ്റെ ജോലിയൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത്. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സഹകരണത്തിനും ഒത്തിരി നന്ദിയുണ്ട്. പല പുതിയ ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട്, ഒത്തിരി സന്തോഷം. അപ്പോൾ കഴിഞ്ഞ ദിവസം അഖില് പറഞ്ഞ് നെയ്യപ്പം ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് അച്ചപ്പം ഇഷ്ടമല്ല, അതുകൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയവരെ എനിക്കിഷ്ടമല്ല. ചുമ്മാ തമാശ പറയുന്ന കേട്ടോ. പിന്നീട് പലരും പല റെസിപ്പികൾ ചോദിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഇതുപോലെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം നൊയമ്പായതുകൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, അത് ഗൾഫിലാണ്, അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, വിജയിനി കപ്പയും മീനും ഒന്നും കാണിക്കല്ലേ, ഞങ്ങളുടെ നൊയമ്പാന്ന്. കഴിഞ്ഞ സൺഡേ കൂടെ ഞങ്ങൾ മലയാളിക്കടയിൽ കയറിയിട്ട് അവിടെ കപ്പ ഇല്ലായിരുന്നു, വാങ്ങിക്കാനായിട്ട് ഇരുന്നതാണ്. നൊയമ്പാന്ന് ഞാനിടയ്ക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് പറഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് വേറെ കമൻസ് വന്ന്, അതും സൗദിയിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ അറിയാം, നെയ്യപ്പത്തിനായിരുന്നു. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, ഒരു പാട്ടില്ലേ, കാക്ക കൊത്തി കടലിലിട്ടു, ആ ഒരിത്. പിന്നെന്താ, പിന്നെ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. എഴുതാൻ നോക്കിക്കൊണ്ട് പേന കണ്ടില്ല. ഇവിടെ 2 പിള്ളേർ പഠിക്കുന്നവരാ, പേന നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇന്നലെ ഈ മൊബൈൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം മുഖം ചുമന്നിരിക്കും, ചിലപ്പം വെട്ടൽ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണേ, അതിൻ്റെ അകത്ത് പിള്ളേർക്ക് അന്ന് സൺഡേയിലത്തെ ഒരു ദിവസം പിള്ളേർക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞു, പൊറോട്ട വാങ്ങിച്ചു. അതും ഫ്ലോപ്പായിപ്പോയി. ഇവിടെ കിട്ടുന്ന പൊറോട്ട ബൈ ചാൻസ് ഈ എന്നും ഉണ്ടാക്കുന്ന ഒരു വ്യക്തികളല്ല. അപ്പോൾ ഈ ഉണ്ടാക്കുന്നവരുടെ ഇതുപോലെ ഇരിക്കും. ഇതാണെങ്കിൽ വെറും മൈദ ഉണ്ടാക്കിയ ഒരു ലെയറും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ സൺഡേയിലാണെങ്കിൽ അങ്ങ് പറഞ്ഞില്ല, അന്തേരിയിൽ ഒരു മലയാളി കടയുണ്ടെന്ന്, അവിടെ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ കൊള്ളാം. പക്ഷേ അന്ന് അവിടെ കയറിയുണ്ടേ തീർന്നു പോയി അവരുടെ അവിടുത്തെ. പിന്നെ ഇവിടുന്ന് വാങ്ങിച്ച. ഇടയ്ക്ക് ഇങ്ങനെ ഈ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ നമ്മളങ്ങ് വാങ്ങിക്കും. എനിക്കും പൊറോട്ട ഇഷ്ടമാണ്, പക്ഷേ ഈ പൊറോട്ട വെറും പൊറോട്ട ആയിപ്പോയി. കഴിഞ്ഞ ദിവസം വീട്ടമ്മ വ്ലോഗിൽ ജീന വൈകിട്ട് ജീനയുടെ ചേട്ടൻ വന്നോണ്ടേ പലഹാരങ്ങൾ കൊണ്ടുവന്നു. ബോണ്ട, ഏത്തയ്ക്കാപ്പം, പിന്നെന്തുമായിരുന്നു, ഉഴുന്നുവട ഉണ്ടായിരുന്നു, ഉള്ളിവട ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതി വന്നെന്നുള്ളതാണ്. നമുക്കൊക്കെ നമ്മൾ നാട്ടിലുള്ളവർക്ക് അതിൻ്റെ വില അറിയത്തില്ല. അപ്പോൾ പറയുമോ തിന്നായിരിക്കും ഈ വണ്ണമെന്ന്. പിന്നെ നിങ്ങൾ ചിന്തിക്കും തിന്നിട്ടാ ഈ വണ്ണമെന്ന്. ഞാൻ വണ്ണം ഇല്ലാത്തവരുടെ തീറ്റയുടെ പകുതിയെ ഞാൻ കഴിക്കുന്നുള്ളൂ, ഈ വണ്ണം ഉള്ളവർ കഴിക്കത്തുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഇതൊക്കെ പലഹാരങ്ങളൊക്കെ തിന്നുന്ന ആ കൊതിയുള്ളപ്പോൾ അങ്ങ് തിന്നുക. പിന്നെ കൺട്രോൾ ചെയ്യുന്നത് കുറേ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനല്ല, നമ്മൾ അവോയ്ഡ് ചെയ്യും. വല്ലപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ കൊതി വരത്തില്ലേ. അന്ന് അതിൽ എന്നോട് ആരാണ്ട് പറഞ്ഞില്ലേ എന്നും ചൂരയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ആ ചൂര ഉള്ളിപ്പോൾ ചൂര സീസൺ പകൽ പറയുമായിരുന്നു. അവൻ കാനഡായില്ല. ചേച്ചി നിങ്ങൾക്കവിടെ ചൂരയിൽ നല്ല ചൂര കിട്ടുന്നുണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ ഫ്രോസൻ്റെ തരുന്നത് ഒരു ടേസ്റ്റും ഇല്ലാത്ത കഴിക്കാം. അതാ നമ്മൾ നമ്മുടെ നാട് വിട്ടു പോകുമ്പോൾ അറിയാം
നമ്മളുടെ സാധനങ്ങളുടെ വിലയും അതിൻ്റെ രുചിയും ഒക്കെ. നമ്മളിപ്പം ഇല്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ നാട്ടിലുള്ളവർക്ക് ഇതൊന്നും അത്ര സീരിയസ് ആയിരിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഞങ്ങളുടെ ആ ഒരു ബേക്കറിയിൽ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്. അത് ഒരെണ്ണം തിന്നാൽ മതി നമുക്ക് അന്ന്. പിന്നെ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ ഉച്ചയാകും, പിന്നെ ഒന്നും വേറൊന്നും കഴിക്കേണ്ടത്. അതുപോലെ അങ്ങ് വയറങ്ങ് ഫില്ലാവും. വിലയും 40 രൂപയോ എങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ? ചിക്കനൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അറിയത്തില്ല. നല്ലതായിരുന്നു. ഓക്കെ, അപ്പോഴേ കഴിഞ്ഞ ദിവസം ജിൽസി എന്ന് പറയുന്നത് എന്നെ തന്നെ പരിചയപ്പെടുത്തുക. ഞാനൊരു ഓൾഡ് സബ്സ്ക്രൈബറാണ്. എൻ്റെ ദൈവമേ, ജിൽസിക്കുട്ടിയെ എനിക്കറിയത്തില്ലേ ജിൽസിക്കുട്ടിയുടെ കാര്യം. എൻ്റെ ഓൾഡ് സബ്സ്ക്രൈബറാണ്. ഒരു വീഡിയോയ്ക്ക് ഒരു 4-5 കമൻസേലും ഇടും. അങ്ങനെ അടുപ്പിച്ചിടുന്നോണ്ടാന്ന് തോന്നുന്നു ചില കമൻസുകൾ സ്പാമിലങ്ങ് പോകും. അത് ഞാനിങ്ങനെ കമൻസിന് റിപ്ലൈ എല്ലാം കൊടുത്തിട്ട് ചിലപ്പം ചില കമൻസുകൾ ആ ഒരു ദിവസം ഇടുന്ന കമൻസിൽ ചിലതൊക്കെ 1-2 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ നോക്കുമ്പോഴായിരിക്കും അത് താഴെ വന്ന് കിടക്കുന്നത്. അന്ന് തന്നെ ചിലപ്പോൾ കാണത്തില്ല. അന്ന് തന്നെ കാണുന്നതിനല്ല ഞാൻ റിപ്ലൈ കൊടുക്കും. എന്തിനാ ചേച്ചി വിഷമിക്കുന്നേ ഞാൻ കമൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ. ജിൽസിക്കുട്ടിയെ എനിക്കറിയാം കേട്ടോ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചില സ്ഥിരം അയക്കുന്ന കമൻ്റ് ഇടുന്നവരുടെ പേരുകൾ നമുക്ക് അങ്ങ് മനസ്സിലങ്ങ് പതിയത്തില്ലേ. അതുപോലെ സൂസനെ എന്നെ ഒന്ന് വെച്ചതാണോ ചേച്ചി, എനിക്ക് 72 കിലോ ഉണ്ട്, 60 കിലോ ആകാനുള്ള ടിപ്സ് അറിയാമോന്ന്. അങ്ങനെ ടിപ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമോ സൂസൻ? അത് മോളെ എന്നെ ഒന്ന് വെച്ചതാണോ? എനിക്ക് ടിപ്സ് അറിയാമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ നോക്കത്തില്ലായിരുന്നോ? ഞാനിപ്പോൾ കഴിച്ചിട്ടുള്ള, ഇപ്പോൾ എല്ലാവരുടെ അടുത്തും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അവസ്ഥ അറിയാം. കഴിച്ചിട്ടുള്ള വണ്ണമല്ല ഞാൻ. ചിലർ പറയത്തില്ലേ വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുമെന്ന്. വേണ്ട പോയി, ഒന്നും വേണ്ട. അങ്കിളിന് പൈസ കൊടുക്കാനുണ്ട്, 20 റുപ്പീസ് എടുത്തു കൊടു. ഇവൻ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് ക്രീം ബ്രെഡ് ബൺ വാങ്ങിച്ചോണ്ട് വന്നു. 20 റുപ്പീസ് കൊടുക്കാണ്ട് എടുത്തു കൊടു. ഇപ്പം ബ്രെഡുകാരൻ വന്ന് പൈസ കൊടുക്കാൻ. അന്നേരം പൈസ കൊടുക്കാതെ പുള്ളി കൊച്ചി ചോദിക്കുന്നതെല്ലാം പുള്ളി എടുത്തു കൊടുക്കും. കാരണം വൈകിട്ട് വരുമ്പോൾ ഞാൻ പൈസ എടുത്തു കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പിട്ട് ഞാൻ ജോലിക്കായിട്ട് ഇവിടെ ബോംബെ വരുമ്പോൾ 55 കിലോയേ ഉള്ളായിരുന്നു. പിന്നെ ഓൾമോൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ കല്യാണ സമയത്ത് എനിക്ക് ഏകദേശം ഈ ബോംബെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ണം ഇത്രയായിരുന്നു. കാരണം നാട്ടിലെന്ന് പറയുന്നത് നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടിയ സ്കൂളിൽ പോന്നേ. പിന്നെ വീട്ടു ജോലികളുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ നടപ്പും ജോലികളുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് കൂടിപ്പോയാൽ എന്തോ നടക്കും. ഈ ഇട്ടാവട്ടത്ത് ഉള്ള ഇതല്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സമയം എടുത്ത് നടക്കാനായിട്ട് പോകണം. അങ്ങനെയൊക്കെ പിന്നെ തൈറോയ്ഡായി അങ്ങനെയൊക്കെ അങ്ങ് വണ്ണം വെച്ചത്. എല്ലാം ദൈവം അറിയുന്നു. പിന്നെ സൂക്ഷിക്കാനുള്ളതും ശ്രദ്ധിക്കാനുള്ളതും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ HBയുടെ കാര്യത്തിൽ എന്നെ കുറേ പേര് വഴക്ക് പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഞാൻ സപ്ലിമെൻ്റൊക്കെ അന്ന് ഡോക്ടർ തന്നു. അത് കൂടാതെ അനാറൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് മക്കളുടെ കാര്യം. ഇപ്പം എൻ്റെ അവസ്ഥ വേറൊരാൾക്കായിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് അത് ടൈം ടേബിളും പ്രകാരം എല്ലാം കൊടുത്തേനും. പക്ഷേ എൻ്റെ കാര്യം ഞാൻ മാറ്റി വെക്കുന്നു. അതെൻ്റെ തന്നെ തെറ്റാണ്. എനിക്കൊന്നിനും കുറവില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റീച്ചൻ വാങ്ങിച്ചുകൊണ്ട് തരും. ഞാൻ പറയേണ്ട ഇതേ ഉള്ളൂ. ഞാനങ്ങ് മടി. എന്നിട്ടും റീച്ചാൻ ചില സമയത്ത് വരുന്ന വഴിക്ക് വീട്ടിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി തരും. അത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ടെങ്കിൽ എത്തത്തില്ലേ അത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വരും. പിന്നെ സൂസൻ എനിക്ക് അറിയത്തില്ല ടിപ്സ് കേട്ടോ. സൂസൻ മോളെ, ചക്കര മോളെ ആണോ? എന്നെ ചേച്ചീന്നാണ് വിളിച്ചത്. അന്നേരം മോളേന്ന് വിളിക്കാം. ഓക്കെ, വിഷമമൊന്നും തോന്നണ്ട കേട്ടോ ഇങ്ങനെ പറഞ്ഞതിന്. ഞാൻ എൻ്റെ അവസ്ഥ അങ്ങ് പറഞ്ഞതാ. ഞാനിവിടെ ഫാൻ വെച്ചിട്ട് തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ, 1.5 കിലോ, ഇത്രയും കൂടെ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല,
1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. ഇതെല്ലാം കൂടെ ഞാൻ ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുരുമുളക് എന്ന് പറഞ്ഞത് കുരുമുളക് പൊടിയാണ് ചേർത്ത കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇതൊരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ വലിയ പൊറോട്ട വാങ്ങിക്കി തന്നു. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, വളരെ ഈസി ആയിട്ട്. മസാല മൂത്ത മണം വരുന്നത്. ഞാൻ തീ ഓഫാക്കി ഇത് ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. അയ്യോ, ഞാൻ ഓണാക്കിയില്ലായിരുന്നോ. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടൊമാറ്റോ, ഉരുളൻകിഴങ്ങ്, ഈ സൈസിലുള്ള 4 സവാള, വലുതാണെങ്കിൽ 2, ഒരു ടൊമാറ്റോ, 10 അല്ലി വെളുത്തുള്ളി കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 തണ്ട് കറിവേപ്പില, കുറച്ച് ഉപ്പ്. എന്നിട്ടിത് നന്നായി ആ ടൊമാറ്റോയൊക്കെ ഉടയത്തക്ക വിധത്തിൽ ഞെവിടി വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഞെവിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് ഞാനൊരു കടുകിട്ട് നോക്കിയത് അത് ചൂടായോ. ഇച്ചിരി കടുകും ഇടുന്നുണ്ട്, സ്വല്പം പെരിഞ്ചീരകം, അതിൻ്റെ അകത്തൊരു ചെറിയ പട്ട പോലെ ഉണ്ടായിരുന്നു, അതുകൂടെ. എന്നിട്ട് നമ്മൾ ഉടച്ചു വെച്ചില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഉള്ളിയും ഉരുളൻകിഴങ്ങിൻ്റെ അകത്തൊക്കെ നമ്മൾ ചൂടാക്കിയില്ലേ മസാല, അതിട്ടാ ഇത് ഞെവിടിയത്. എന്നിട്ട് ഞാനത് ഞെവിടി ഒരു 10-20 മിനിറ്റ് ഒന്നും വെച്ചിരുന്നേ. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടിയിലിട്ട് ഒന്ന് വഴട്ടിയത്. ചട്ടിയിലിട്ട് ഇച്ചിരി നേരം ഒന്ന് വഴട്ടിയെടുക്കാം നമുക്ക്. അതൊന്ന് ഞാൻ ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചൊക്കെ കൊടുത്തേ. എന്ന് വെച്ചാൽ അതൊന്ന് ഇച്ചിരി ഒന്ന് വഴട്ടിയിട്ടുണ്ട്. ഓൾറെഡി അത് നമ്മൾ കൈ കൊണ്ട് ഞെവിടുമ്പോഴേ ആ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊരു പരുവായിരുന്നു. അപ്പം ഞാൻ ബോൺലെസ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി നേരം ഇങ്ങനെ ഒന്ന് ഇതൊന്ന് വഴട്ടി അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 കിലോ ഇല്ല ബോൺലെസ് ചെറുതായിട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 അല്ലാത്ത പീസും ഉണ്ട്. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേകാനായിട്ട് വെക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളല്ലാതെ സവാളയൊക്കെ വഴറ്റി നിന്ന് അതിന് ശേഷം പിന്നെ മസാലകളൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറി. കുറച്ച് നേരമായി. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ഉരുളൻകിഴങ്ങ് എടുത്ത് നോക്കി, അതും നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ബോൺലെസ് മാത്രമല്ല അല്ലാത്തത് കൂടെ ചിക്കൻ കൂടെ കൊണ്ടുവന്നേ. അപ്പോൾ അതിൽ നിന്ന് 1-2 ഇതുപോലുള്ള ഇച്ചിരി എല്ലുള്ള പീസ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു എല്ലുള്ള പീസ് എടുത്ത് ഞാൻ നോക്കിയുണ്ടേ, അതും വെന്തിട്ടുണ്ട്. ബാക്കി പിന്നെ കറി വയ്ക്കാനായിട്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ബോൺലെസ് ഉള്ളത് ഇതിലെടുത്തിട്ടതാണ്. പൊറോട്ടയെന്ന് പേരേ ഉള്ളൂ, ഒരു ഇതുമില്ല. പൊറോട്ടയുടേതായ ഒരു രീതിയിലൊരു ചപ്പാത്തി തന്നെ, മൈദയും കൊണ്ടുള്ള ചപ്പാത്തി എന്ന് വേണേൽ പറയാം. ചിലപ്പം ബൈ ചാൻസിൽ നല്ലത് കിട്ടും അവിടുന്ന്. ഞാൻ ഈ പൊറോട്ടയുടെ കറിയൊക്കെ ഒഴിച്ചൊന്ന് കഴിച്ച് കാണിക്കാമേ. നോയമ്പുള്ളവരെന്നോട് ക്ഷമിക്കണേ. ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട അത്ര ടേസ്റ്റ്. പിന്നെ പിള്ളേർക്ക് കൊതിയായതുകൊണ്ടങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇത് സൺഡേലത്തെയാണ്. ഞാൻ പറഞ്ഞില്ലേ എന്നോട് അന്ന് ഈ വീഡിയോ വേണ്ടി ചിലർ ചോദിച്ച് ചേച്ചിക്ക് എന്തോ നല്ല ക്ഷീണമെന്ന്. ഇത്രയും യാത്ര ചെയ്ത് നമ്മളവിടെ അന്തേരി വരെ പോയിട്ട് വരുന്നതിൻ്റേതായുള്ളൊരു ക്ഷീണേ ഉള്ളൂ. പിള്ളേരുടെ പേര് പറഞ്ഞിട്ട് എനിക്കും കൊതിയായിരുന്നു കേട്ടോ പൊറോട്ട. കടു വറക്കണേ, ഇനിയും കടു വറക്കാൻ കഴിയാത്തത്. നല്ല രസമുണ്ട്. പ്രേയർ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടന്നു. അപ്പം റെയ്സമ്മോനെ പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് റെയ്ച്ചാനും ഒന്ന് കയറി കിടന്നു. അപ്പം പോളിൻ്റെ ഒരു സ്പോർട്സിൻ്റെ ടീഷർട്ട് ഉണ്ടായിരുന്നു, അതിട്ടുകൊണ്ട് ഇവൻ നടക്കുക ഈ പ്രൈസൻ. ഞാനതാ വീഡിയോ എടുത്തതില്ലേ. പണ്ട് നമ്മളിലെ കണ്ടത്തിൽ കോലം കുത്തി വെക്കത്തില്ലേ, അതുപോലുണ്ട്. അവനത് പറഞ്ഞിട്ട് മനസ്സിലായില്ല.
പോൾമോൻ അവിടെ ഇരുന്ന് പഠിക്കുക. ഞാനന്ന് ഷോർട്ടിലിട്ട് ചോദിച്ചില്ലേ നിങ്ങളോട്, ഈ പനം തേങ്ങയുടെ പഴുത്ത ഫ്രൂട്ടാണ് ഇത്, പനം തേങ്ങ. ഇതിൻ്റെ കരിക്കാണ് ആൾക്കാരിങ്ങനെ വെട്ടി തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്കിതെന്തോ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. റീച്ചാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട് അവിടുത്തെ ആ സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ഇങ്ങനെ വീഴും. അപ്പോൾ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പം പിന്നെ ഇത് ഒന്ന് വെട്ടിയിട്ട് അതിൻ്റെ അകത്ത് അത് തിന്നാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കുക ഞാൻ. അപ്പോൾ ഇതിന് നല്ല മണമുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ ഞാൻ എന്നിട്ട് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയുണ്ടെ ചിലർ ഇതിൻ്റെ ഈ നാര് പോലുള്ളതുണ്ടല്ലേ, അതൊക്കെ ഉറിഞ്ചി തിന്നുന്നത് പോലൊക്കെ ഉണ്ട്. ഇത് കൂടുതൽ ഈ തമിഴ്നാട്ടിൽ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ പനന്തേങ്ങ. സാധാരണ തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ എന്നിട്ട് ഇതിൽ 3 സീഡ് പോലെ ഉള്ളത് ചിരട്ട, അത് ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നു. ഞാൻ കൊടുവാളം കൊണ്ട് വെട്ടിയിട്ട് ഒരു രക്ഷയില്ല. കുറേ നേരം ഞാൻ മൽപ്പിടുത്തം നടത്തി അതിൽ നിന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് ഷോട്ട് ഇട്ട് നോക്കിയോണ്ടേ ആർക്കും അറിയത്തില്ല, ആരും അതിനെപ്പറ്റി ഒന്നും മെസ്സേജ് ഇട്ട് അറിയത്തില്ലെന്ന് 1-2 പേര് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് എന്നാൽ തൈലിക്കകത്ത് കെട്ടിയിട്ട് നാളെ ഞാൻ കളയാമെന്നും പറഞ്ഞ് വെച്ചു. അപ്പോൾ അനു വന്നോണ്ട് ഞാൻ അനുവിൻ്റെ അടുത്തും ചോദിച്ചു, അനു ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്നേരം അവൾ പറഞ്ഞു, ആൻറ്റി ഇതിൻ്റെ പിഞ്ചാണെങ്കിലും ആൾക്കാർ കഴിക്കും, ഇതെനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ബെൻസിക്കും വീഡിയോ എടുത്ത് അയച്ചു, ചേച്ചിക്കും അയച്ചു. അപ്പം ചേച്ചി എനിക്ക് പറഞ്ഞെടി ഇത് ഇങ്ങനെ നല്ലതാ, അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഓരോന്നൊക്കെ പലഹാരം ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ നാട്ടിലൊക്കെ ഈ നമ്മുടെ പനം തേങ്ങയില്ലേ, തെങ്ങിൻ്റെ കീഴിൽ ഇങ്ങനെ കിഴങ്ങ് പോലെ ഇതിൻ്റെ ചെറുത് വളരും, നമ്മുടെ കൂവക്കിഴങ്ങ് പോലെ. അത് പുഴുങ്ങി തിന്നാൻ നല്ല, ഇത് പക്ഷേ നല്ല ശരീരത്തിന് നല്ല ബെനിഫിറ്റാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ പൾപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഈ ഫ്രൂട്ട് ശരീരത്തിന് നല്ല നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന്. ഇത് രാവിലെ റീച്ചാൻ കൊണ്ടുവന്ന പരിപാടിയല്ലേ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടി ചെയ്യണ്ടേ. ഞാൻ പിന്നെ അതിനെ അങ്ങോട്ട് സൈഡിൽ മാറ്റി വെച്ച്, പിന്നെ ഉച്ചയ്ക്ക് എനിക്കൊരു സാമ്പാർ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് ഞാനിങ്ങനെ മുറിയിൽ വന്ന് ഇത്രയൊക്കെ അരിയാനുണ്ടെങ്കിൽ ഞാൻ ഈ അകത്തെ മുറി ഇവിടെ വന്നിരുന്ന് അരി. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്ന്. ചിലർ ചോദിച്ചായിരുന്നു വാട്സപ്പിലൊക്കെ, ഈ സാമ്പാർ പൊടി ഇല്ലാതെ എങ്ങനെ സാമ്പാർ ഈ മല്ലിപ്പൊടി മുളക് പൊടിയായിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എത്രയും കഷ്ണങ്ങളാണ് എടുത്തതെന്ന് കൂടെ കാണിക്കാം കേട്ടോ. ഒരു കിലോ കഷ്ണങ്ങൾ കാണും എല്ലാം കൂടെ. മല്ലിപ്പൊടി നമ്മുടെ ഈ ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ ഞാൻ മെഷർമെൻറ്റ് ആ സ്പൂൺ ഇല്ലെങ്കിൽ ഞാൻ ഈ സാധാ നമ്മുടെ ഈ ഉപയോഗിക്കുന്ന സ്പൂണ്, ഇത് നിറച്ചെടുത്തില്ല, ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടാം. മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് ചേർക്കുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടി ചേർക്കുന്നെങ്കിൽ അതനുസരിച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഈ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ. ആദ്യം ഇട്ടത് മുളക് പൊടിയല്ല, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ഞാൻ ഇപ്പോൾ തീ ഓണാക്കിയിട്ടില്ല, ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നിങ്ങളിപ്പം കട്ടക്കായ ഉപയോഗിക്കുന്നെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അകത്ത് കട്ടക്കായ ഇട്ട് വേവിക്കണേ. അഥവാ നമുക്ക് മുളക് പൊടി ഇത്തിരി കുറവായിട്ടെങ്ങാനും തോന്നുന്നെങ്കിൽ നമുക്ക് കടുക് വറക്കത്തില്ല, ആ സമയത്ത് മുളക് പൊടി അങ്ങനെ പൊടി എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിവിടെ കഷ്ണങ്ങൾ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പരിപ്പൂടൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇപ്പം കട്ടക്കായോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കട്ടക്കായ ഇതിൻ്റെ അകത്ത് ഇടണേ. എന്നിട്ട് നമ്മൾ മൂപ്പിച്ച പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു ഇന്ന്. ഇപ്പം നിങ്ങൾ എന്തൊക്കെയേ മുരിങ്ങയ്ക്ക ഇല്ലാത്ത സാമ്പാറോ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അതൊക്കെ ഉള്ളൂ. അപ്പോൾ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിലും ഞാൻ കുക്കറിൽ ഇട്ട് വേവിക്കത്തില്ല, സെപ്പറേറ്റ് ഇച്ചിരി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഇത്തിരി ഉപ്പൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കും, അങ്ങനെ ചേർക്കത്തുള്ളൂ. ഞാൻ 2 വെളുത്തുള്ളിയും കൂടി, ഇതിപ്പോൾ ഇച്ചിരി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 എണ്ണം എടുത്ത് അതുകൂടി ഇതിനോട് ഇടുന്നുണ്ട്. ഉപ്പ്, ഇതിലേക്ക് പുളിവെള്ളം, അത് ഞാൻ ഒന്ന് അരിച്ചെടുത്തത്, അതാ ഇത്രയും വെള്ളം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നു, അതൊരിച്ചിരിയും കൂടെ, ഡ്രൈ ആയിട്ടിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇച്ചിരി കൂടെ ചാറ് വേണം.
ചാറാക്കി ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് അവർക്ക് അതിൻ്റെ കൂടെ കൊടുത്തു. അപ്പോൾ സാമ്പാറിന് ഇവിടെ ഒരു 3 വിസിലടിച്ചെടുത്തു ഞാൻ. പക്ഷേ ഇതിലങ്ങ് ഒത്തിരി ചുമന്ന കളർ പോലെ കാണുന്നു. ചുമന്ന കളറല്ല, ഇച്ചിരി ഒരു യെല്ലോ പോലെ ഒരു ചുമന്ന കളറിലുള്ള ഒരു കളറായത്. ഇത് വീഡിയോയ്ക്കകത്ത് നല്ല ചുമപ്പ് കളർ പോലെ തോന്നുന്നു. അങ്ങനല്ല കേട്ടോ. ഞാനിപ്പോൾ കടുക് വറുത്ത സമയത്താണ് കായപ്പൊടി ചേർത്തത്. ഇപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. പിന്നെ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചേച്ചിക്ക് വീഡിയോ അയച്ചു കൊടുത്തെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു തന്ന ഐഡിയ പ്രകാരം ഞാൻ വീഡിയോയിൽ കണ്ടോണേ ഇതിൻ്റെ ഈ പുറകിലത്തെ ഈ നാരുണ്ടല്ലേ അതിങ്ങ് ഇളക്കി മാറ്റുന്നുണ്ട് അതിൻ്റെ പൾപ്പെടുക്കാൻ. വീഡിയോയിൽ വലിയ ഈസി ആയിട്ടൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അത് ഒത്തിരി മെനക്കേടുള്ള പരിപാടിയായി ഈ നാരെടുക്കാൻ. നമ്മുടെ കൈ അങ്ങ് സ്ലിപ്പായി പോവും ഈ പഴത്തിൻ്റെ ഇതുകൊണ്ട്. എന്നിട്ട് ഇതങ്ങ് ഭയങ്കര കയ്യിലങ്ങ് വഴുവഴാ പോലെ അങ്ങ് ആവും. പക്ഷേ പേഷ്യൻസ് വേണം ഇതൊക്കെ ചെയ്യാൻ, ഇതിൻ്റെ പൾപ്പ് എടുക്കണമെങ്കിലും. അപ്പം ഞാൻ എന്തുവാന്നേലും അതിൽ കണ്ടതുപോലൊക്കെ ഞാൻ പൾപ്പെടുത്തു. ഞാൻ താഴേന്ന് വലിക്കുന്നു, മേളിൽ നിന്ന് വലിക്കുന്നു, ഒരു തരത്തി എന്തുവാന്നേലും ഞാൻ അവരില്ല സ്പീഡി വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഞാനും ചിന്തിച്ചു വളരെ ഈസി ആയിരിക്കും ഇതെടുക്കാനെന്ന്. പക്ഷേ ഈ പുറംതൊലി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഇതിന് വേണ്ടി എടുത്ത്. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, എടീ ഞാനിത്, അവൾ പറഞ്ഞു എടീ ഞാനാണെങ്കിൽ ചെയ്യത്തില്ല, നിൻ്റെ കാര്യം, നീ ഇത്രയും മെനക്കെട്ട് നീ അത് ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ പിന്നെ തളർന്ന് ഫാനൊക്കെ ഇടാൻ പോളിനോട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി എൻ്റെ കയ്യും കഴുകുന്നുണ്ട്. കാരണം കയ്യിലങ്ങ് ഒരു വഴുവഴ പോലെ ആവുമല്ലേ. അങ്ങനെ എന്തു വന്നേലും നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് അത് ഞാനെല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് ആദ്യം 1-2 പൊളിച്ചെടുത്ത് പിന്നെ ഇത് ശരിയാവുമോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ കയ്യിലൊരു ഇച്ചിരിയും വെള്ളം ഒഴിച്ചിട്ട് നമ്മളിലെ ചില പഴുത്ത മാങ്ങ ഉപ്പിലിട്ടിട്ട് നമ്മൾ മാങ്ങാക്കറി വെക്കാൻ നേരം അത് ഇങ്ങനെ ഞെവിടി എടുക്കത്തില്ലേ, അതുപോലെ ഇതിനെ ഒന്ന് ഞെവിടി അതിൻ്റെ പൾപ്പ് എടുക്കണം. പിന്നെ ഞാൻ എന്തോന്നോ ഈ അരിപ്പ എടുത്തിട്ടേ അരിപ്പയിൽ ഇങ്ങനെ ഇട്ട് ഉരച്ച് അന്നേരം അത് അതിൻ്റെ പൾപ്പ് അരിപ്പയിൽ കൂടെ താഴെ ഇങ്ങനെ വീഴും. അങ്ങനെ ചെയ്തു. കാരണം ഞാനിത് ഗൂഗിളിൽ നോക്കിയപ്പോഴും നല്ല ശരീരത്തിന് നല്ല ബെനിഫിറ്റുള്ള സാധനം കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മെനക്കെട്ടതാണ് വല്ലോ ഉണ്ടാക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്രയും കിട്ടി. ഞാനതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്ത് ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സെർവ് ചെയ്ത് വെക്കാമെന്ന് ഉണ്ട്. അപ്പം ഞാനതെടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പം ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാനിതെടുത്ത് ഫ്രിഡ്ജിലൊന്ന് വെക്കട്ടെ. ഇത്രയും എനിക്ക് കിട്ടി. നല്ല മണമായിരുന്നു. അന്നേരം ചേച്ചി തന്നെ എനിക്കൊരു റെസിപ്പിയും പറഞ്ഞു തന്നു. അപ്പോൾ അതുകൂടാതെ ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു റെസിപ്പി ഉണ്ടാക്കി. അവൾ പറഞ്ഞത് വേറെ രീതിയിലായിരുന്നു. അവൾ പറഞ്ഞ് ചില രീതിയിൽ ബ്രെഡിലൊക്കെ തേച്ച് തിന്നൂടി ജാമു പോലെന്ന്. പക്ഷെ അത് പിള്ളേർക്കും കൊടുത്തിട്ട് അത്ര അങ്ങോട്ട് അവർക്ക് തോന്നിയില്ല, അങ്ങനെ അവർക്ക് താല്പര്യപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.